മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു സാഗറിനോട് പറഞ്ഞിട്ടുള്ള വിവരമനുസരിച്ച് സാഗർ എല്ലാ കാര്യങ്ങളും മാർക്കോട് പറയുന്നുണ്ട്. ഇവരിന്ന് വൈകിട്ട് കമലേശ്വരത്ത് ഒരു ആഘോഷം നടക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ. അങ്ങനെ അതറിയുന്ന മാർക്കോ ഇത് കണ്ണനോട് പറയാൻ വേണ്ടി കണ്ണൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ മോഹിനിയാണ് വാതിൽ തുറക്കുന്നത്. അങ്ങനെ മോഹിനി, മോനെ ഞാൻ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എൻ്റെ മോളെയും മരുമോനെയും പല പ്രാവശ്യം ആപത്തിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തിയില്ലേ, അതിലെനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല മോനെ എന്ന് പറയുകയാണ് മാർക്കോനോട്. മാർക്കോ പറയും, അതൊക്കെ എൻ്റെ കടമയാണമ്മേ, അതൊക്കെ എനിക്ക് ദൈവം തോന്നിക്കും ആ ഓരോ നിമിഷങ്ങളിൽ. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നതാണ്. അതിപ്പോൾ ഇവരെന്നല്ല, ആർക്ക് വേണമെങ്കിലും ഞാനിങ്ങനെ ഒരു ഉപകാരം ചെയ്തു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കണ്ണനോടുമായിട്ട് പറയുന്നുണ്ട്, ഇന്ന് രാത്രി കമലേശ്വരത്ത് ഒരു ആഘോഷം നടക്കുന്നുണ്ട്. മഹാലക്ഷ്മിയുടെ മരണം ആഘോഷിക്കാനാണ് അവരെല്ലാവരും ഒത്തുകൂടുന്നത് എന്ന് പറയുന്നുണ്ട്. ഇതാരാണ് പറഞ്ഞതെന്ന് മാത്രം എന്നോട് ചോദിക്കരുത്, ഞാനത് അറിഞ്ഞിട്ട് വന്നതാണെന്നൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മിക്കും കണ്ണനും മോഹിനിക്കുമൊക്കെ വളരെ സങ്കടം വരുന്നുണ്ട്. എന്നാലും ഇവരെല്ലാം ഞാൻ ഇത്രയൊക്കെ സഹായിച്ചിട്ടും ഇവരെല്ലാം എന്നോട് ഈ ദ്രോഹമാണല്ലോ ചെയ്യുന്നത്. എൻ്റെ രണ്ടാനമ്മയായ അമ്മയ്ക്ക് ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. അവരെന്നിട്ടും ഇങ്ങനെയാണല്ലോ എന്നോട് പെരുമാറുന്നത്. ഞാൻ എൻ്റെ സ്വന്തം അമ്മയെ പോലെയാണ് അവരെ കരുതിയിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, ഇനി എന്തിനാണ് സാറേ അവരെ അമ്മയെന്ന് വിളിക്കുന്നത്? അവരൊരമ്മയാണെങ്കിൽ അവരിങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ സാറിനോടെന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മിക്കും വളരെ ദേഷ്യമാവുന്നുണ്ട്. അങ്ങനെ മാർക്കോ മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട്, ഇന്ന് രാത്രി റെഡി ആയിക്കോ, അടുത്ത ആൾക്കാരെ പേടിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കണമെന്ന് എനിക്ക് ഒരു വാശിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ നാണം കെട്ട പണിക്കെല്ലാം കൂട്ടു നിൽക്കുന്നതെന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്താണെങ്കിലും കരുണയെ വെറുതെ പേടിപ്പിക്കരുത്, അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം പറയുകയാണ് മഹാലക്ഷ്മി. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഞാനത് അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നു, ഇപ്പോൾ തൻ്റെ വയറ്റിലാണ് ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അവർ രണ്ടുപേരെയും കൂടെ ചുട്ടരിച്ച് കൊന്നേനേലോ, അങ്ങനെ ഒരു മനസാക്ഷി അവർക്കില്ലല്ലോ എന്നൊക്കെ കണ്ണനും പറയുന്നുണ്ട്. പിന്നീട് പ്രതാപനും അമ്മയും കൂടെ കമലേശ്വരത്തോട്ട് പോകാൻ ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ മോഹിനിയെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ മോഹിനി വരുമ്പോൾ മോഹിനിയോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഏതെങ്കിലും കമലേശ്വരത്തോട്ട് മോളിലെടുത്തോട്ട് പോവുകയാണ്, അതുകൊണ്ട് നീ വരുന്നെന്ന് നോക്കി നിൽക്കുകയായിരുന്നു ഞങ്ങളെന്ന് പറയുമ്പോൾ മോഹിനി പറയും, എൻ്റെ മോളെ നിങ്ങൾ എന്താണ് ചെയ്തത്? ഒരാൾ പറയുന്നു എൻ്റെ മോളെ കണ്ട് പേടിച്ചെന്നൊക്കെ, പ്രേതമായിട്ടാണ് കണ്ടതെന്നൊക്കെയാണ് പറയുന്നത് എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഇവരാകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവളുടെ കാമുകൻ്റെ കൂടെ ആയിരിക്കും പോയിരിക്കുന്നത്. എത്ര നാളെന്ന് വെച്ചാൽ വീൽ ചെയറിലിരിക്കുന്നവരുടെ കൂടെ ജീവിക്കും, ഇനി ഒരു ദിവസം അവൻ്റെ കൂടെ നിൻ്റെ അടുത്ത് വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും പ്രതാപനും കളിയാക്കി ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കമലേശ്വരത്തോട്ട് പോകാൻ വേണ്ടി വണ്ടിയിൽ കയറി പോവുകയാണ്. അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, എല്ലാവരും കൂടെ ഒത്തുകൂട്, എന്നാലല്ലേ എൻ്റെ മോളെ എല്ലാവരുടെ ഇടയിലോട്ട് വരികയുള്ളൂ, അപ്പോൾ എല്ലാവരും എൻ്റെ മോളെ കണ്ട് പേടിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് മോഹിനി വളരെ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. അങ്ങനെ കമലേശ്വരത്ത് വളരെ സന്തോഷത്തോടുകൂടി ആഘോഷങ്ങളൊക്കെ നടക്കുകയാണ്. അങ്ങനെ ഒരു കേക്കെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷേ കേക്കിൻ്റെ പുറത്ത് മഹാലക്ഷ്മിക്ക് ആദരാഞ്ജലികൾ എന്ന് എഴുതിയിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ മെഴുകുതിരിയെല്ലാം കുത്തി മുത്തശ്ശിയും പ്രതാപനും കരുണയും കൂടി കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴേക്കും അവരുടെ ആഘോഷം തകൃതിയായിട്ട് നടക്കുകയാണ്. ആ സമയം പ്രതാപൻ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, എന്താണെങ്കിലും കണ്ണനും അനന്തുമല്ല വക്കീലന്മാരാണെങ്കിലും അവർ നമ്മൾക്കെതിരെ കേസ് കൊടുത്താലും അതിനെങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ഊരി വരാമായിരിക്കും. പക്ഷേ ആ മാർക്കോ എന്ന് പറയുന്നവനെ പേടിക്കുക തന്നെ വേണം. അവനൊരു വെട്ടുപോത്താണെന്നൊക്കെ പറയുകയാണ്. അവൻ്റെ അടുത്തുനിന്ന് ഒരു ഇടി നമ്മൾക്ക് നമ്മുടെ നെഞ്ചത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നേരം തന്നെ തീർന്നു പോകും. അതുകൊണ്ട് എനിക്ക് അവനെ ഭയങ്കര പേടിയാണ്, എനിക്ക് ഈ ഭൂലോകത്ത് പേടിയുണ്ടെങ്കിൽ അവനെ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പ്രതാപം പറയുന്നുണ്ട്. പക്ഷേ ഈ ആഘോഷത്തിലൊന്നും മേഘൻ ഉൾപ്പെട്ടിട്ടില്ല. മേഘന് രാത്രിയെ ഭയങ്കര പേടിയായിട്ടിരിക്കുകയാണ്. മേഘൻ പകൽ പോലും വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കുകയാണ് മഹാലക്ഷ്മിയുടെ പ്രേതത്തെ ഓർത്ത്. അങ്ങനെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് മുത്തശ്ശിയും പ്രതാപനും അവിടെ നിന്ന് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ദുർഗ പറയുന്നുണ്ട്, ഇന്നിവിടെ കിടന്നിട്ട് പോകാം, നാളെ പോയാൽ പോരെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രതാപം പറയുന്നുണ്ട്, ഇല്ല, നമ്മളിവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ അതൊരു സംശയത്തിന് ഇടയാകും, അതൊക്കെ പിന്നീട് പോലീസ് അന്വേഷണത്തിൽ വരും, അതുകൊണ്ട് ഞങ്ങൾ ഇന്നിവിടെ കിടക്കുന്നില്ല, ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുക തന്നെയാണെന്ന് പറയുന്നുണ്ട്. അവരവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അതേസമയം അവിടെ കറണ്ട് പോകുന്നെല്ലാമുണ്ട്. ആ സമയം ദുർഗയ്ക്ക് എന്തോ ഒരു നിഴല് പോലെ കാണുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയുടെ പ്രേതമാണ് ദുർഗയുടെ അടുത്തെത്തുന്നത്. ഇന്നത്തെ എപ്പിസോഡിലാണ് അതെല്ലാം കാണാൻ കഴിയുന്നത്. തുടർന്നുള്ള എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.